നമുക്ക് ഇതൊക്കെ സാധാരണയായി കുറെ വർഷങ്ങളായി കേരളത്തിൽ ഈ ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടുള്ള ആളുകൾ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം ആവർത്തിക്കുന്നതിൽ ഒന്നുമില്ല, അപ്പുറത്തൊന്നുമില്ല. തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നിരവധി. ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളാണോ, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പഴയ റെക്കോർഡ്സ് എടുക്കുക, പഴയ ക്ലിപ്പുകൾ എടുക്കുക, അതിലെല്ലാം തന്നെ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. അത് തെറ്റായിട്ടുള്ള പരാമർശമാണ് എന്ന് തെളിഞ്ഞതാണ്. മുഖ്യമന്ത്രി ഈ കാര്യത്തിലൊന്നും കരുവാക്കേണ്ട ഒരു ആവശ്യമില്ല. തെറ്റായ ഒരു രീതിയായി പോയി. അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് എന്റെ പിതാവിന് സമനാണ്. അപ്പോൾ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തം പിതാവിനെ തെറി പറയുന്ന സംസ്കാരം അത് ശരിയായ സംസ്കാരമല്ല. അപ്പൊ അതിലേക്ക് അദ്ദേഹം പോയി. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് ഏത് രീതിയിലാണ്. പക്ഷെ അദ്ദേഹം കൊടുത്ത പരാതികൾ, ആദ്യഘട്ടത്തിൽ കൊടുത്ത പരാതികളിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഞങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ. പക്ഷെ ഇതിനൊരു രീതിയുണ്ടെന്നേ. ഒരു പരാതി തന്നാൽ പരിശോധിക്കണം, ബന്ധപ്പെട്ട വകുപ്പിന് കൊടുക്കണം, അതിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ. ഒരു സുപ്രഭാതത്തിൽ നടപടിയെടുക്കാൻ പറയും. മലബാറിലെ ഈ ഇടത് സ്വതന്ത്രർക്ക് റിയാസ് ഒരു ഭീഷണിയാണ്. നോക്കൂ, ആർക്കും ഒരു ഭീഷണിയുമില്ല. കേരളത്തിൽ 141 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഈ 141 നിയോജക മണ്ഡലങ്ങളും ആളുകൾ ജയിച്ചു വരുന്നുണ്ട്. ചില സമയത്ത് സ്വതന്ത്രം ജയിച്ചു വരാറുണ്ട്, പാർട്ടി മാത്രം ജയിച്ചു വരുന്ന മണ്ഡലങ്ങളുണ്ട്. അത് ആ രീതിയിൽ നടക്കും. അതിപ്പോൾ ടി കെ ഹംസയെ പോലുള്ള ആളുകൾ ജയിച്ചു വന്ന എത്രയും കാലം ഏതെല്ലാം പദവികൾ അദ്ദേഹം വഹിച്ചു. ശ്രീ ജലീൽ ഏതെല്ലാം പദവികൾ വഹിച്ചു. നോക്കൂ, ഇതൊക്കെ നിങ്ങൾ പറയുന്നതാ. നോക്കൂ, നിങ്ങൾ പറയുന്ന, അപ്പൊ അൻവർ പറയുന്നത് നിങ്ങൾ ചേർത്ത് പറയുന്നു എന്നുള്ളതാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കുക. അദ്ദേഹത്തെ പോലെ ഒരാൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഗൌരവമായി ഗവൺമെന്റ് എടുത്തു, മുന്നണി എടുത്തു, അത് പരിശോധിച്ചു. അതിന്റെ ഭാഗമായി നടപടികളിലേക്ക് കടന്നു. അപ്പോൾ നിങ്ങൾ എന്തിനാ ഒരു പരാതി കൊടുക്കുന്നത്? പരിഹാരത്തിനാണ്. ആ പരിഹാരത്തിലേക്ക് വന്നതിനും ശേഷവും അത് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷവും തെറ്റായ വാശി പിടിക്കാൻ പാടില്ലല്ലോ. ഇതൊരു സംവിധാനമല്ലേ, കേരളത്തിൽ ഭരണ സംവിധാനമല്ലേ. അതിൽ കയറി അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് തെറ്റാണ്. ഇതൊരു പൊതുവേദിയല്ലേ. സർക്കാർ എന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ ഭരിക്കുന്നു. അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു. അതിനുശേഷവും നിങ്ങൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് ശരിയല്ല. അത് കുറച്ച് അധികമായി പോയി. മാത്രമല്ല പരിധിക്കപ്പുറത്തായി പോയി. ഈ സംഘപരിവാറിന് വിധേയപ്പെട്ടു എന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം അൻവർ പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും സത്യം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോഴും ഇത് എത്ര വർഷം മുതൽ തുടങ്ങിയത്? വടകര ഇലക്ഷൻ മുതൽ പറഞ്ഞു വരുത്തുന്നതല്ലേ ഇത്. വടകര ഇലക്ഷനിൽ കൃത്യത്തിൽ ആരാ സഖ്യം ഉണ്ടാക്കിയത്? UDF അല്ലേ. അപ്പൊ അന്ന് മുതൽ CPM ചേർത്ത് പറയുന്നു. അപ്പോൾ എല്ലാ കാലങ്ങളിലും CPM അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷിയിൽ സൈഡ് ലൈൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടാണ്. ബഹുമാനപ്പെട്ട അൻവർ അതിൽ കുടുങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ കഴിയും? ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ സത്യം എന്താ ഇതിലുള്ളത്? ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കാര്യം വ്യക്തമായിരിക്കുകയാണ്. കാര്യം അദ്ദേഹം LDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതായത് അപ്പോൾ LDF യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത്ര കാര്യങ്ങൾ പറഞ്ഞെന്നാണോ? അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കൂ. നിങ്ങൾ ഈ ചോദിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? ഒരു മുന്നണിയെ ഇത്രയും മോശമായ രീതിയിൽ വിമർശിക്കുക. അദ്ദേഹത്തിന് ഇതേ മുന്നണി യോഗത്തിൽ ഈ കാര്യം ഉന്നയിക്കാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചെയ്തില്ല? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഭാവിയിൽ അത് ആർക്കാ ബാധിക്കാൻ പോകുന്നു. അത് നിങ്ങൾ തെറ്റായ ധാരണയാണ്. നോക്കൂ, അൻവർ പറഞ്ഞോട്ടെ, നിങ്ങളും പറഞ്ഞോ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ പരാതികളിൽ കൃത്യമായ നടപടിയെടുത്തു. നിങ്ങളൊരു പരാതി കൊടുത്താൽ അത് ആദ്യം പരിശോധിക്കണ്ടേ നമ്മൾ. ഏതെങ്കിലും ഒരാൾ പരിശോധന കൊടുത്തു, ADGP ഇന്നതാണ്, അല്ലെങ്കിൽ കലക്ടർ ഇന്നതാണ്, ചീഫ് സെക്രട്ടറിക്ക് ഇന്നതാണെന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുത്താൽ അത് മൊത്തം ഏറ്റെടുക്കലാണ്. അതിന്റെ മേലെ പ്രാഥമികമായ പരിശോധന ഉണ്ടാവും. അതിൽ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് ബന്ധപ്പെട്ട വകുപ്പിന് കൊടുക്കണം, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. ആ രീതിയിലല്ലേ അത് പോയിട്ടുള്ളത്. ഇതൊക്കെ നാളെ കോടതിയിൽ ആരെങ്കിലും പോയാൽ, ഇപ്പൊ ഇതേ ഉദ്യോഗസ്ഥർ തന്നെ കോടതിയിൽ പോയാൽ, കോടതിയിൽ നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുക്കണ്ടേ? അതാരും കൊടുക്കും? ഈ പറയുന്ന ആളുകൾ കൊടുക്കൂ. അപ്പൊ ഇതൊക്കെ നോക്കൂ, ഈ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ആരോപണങ്ങൾ നോക്കൂ, ആരോപണങ്ങൾ അഡ്രസ് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നു.
കഴിഞ്ഞ 2 ദിവസമായി വന്ന റിപ്പോർട്ടുകൾ എന്താ? കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടില്ലേ? അതിനു മുമ്പ് പഴയ എസ് പിയെ കുറിച്ച് പറഞ്ഞു, നടപടിയെടുത്തില്ലേ? ഇനി അതിലപ്പുറം എന്താ? ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ തമാശയായി ഇതിനെ കാണരുത്. മറ്റുള്ള സ്റ്റേറ്റ് പോലെയല്ല. നമ്മൾ കൃത്യമായും സത്യസന്ധമായും കാര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനമുള്ള സ്റ്റേറ്റാണ് കേരളം. അവിടെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നുന്ന മാതിരി പറയാനും തോന്നുന്ന മാതിരി പ്രവർത്തിക്കാനൊന്നും കഴിയില്ല. അത് ആരാണെങ്കിലും, അൻവറല്ല, ഇനി ഞാനായാലും, ഇനി ബന്ധപ്പെട്ട ഏത് മന്ത്രിയാണെങ്കിലും ഇത്തരത്തിൽ വൃത്തികേട് വിളിച്ചു പറയുന്നത് തെറ്റാണ്. ഇത്തരം ആളുകൾ ഇതിലുണ്ടാവുന്നത് തന്നെ അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഉന്നയിച്ച ആരോപണം ഉന്നയിച്ചപ്പോൾ അൻവറിനെ സ്വർണ്ണക്കടത്തിന്റെ ഒരു ഭാഗമാണ് എന്ന സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് മുഖ്യമന്ത്രി ഇട്ടുകൊടുത്തു എന്നാണ് അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. നോക്കൂ, ഇവിടെ നിങ്ങൾ ചെറിയൊരു കാര്യത്തെ വാർത്തി പറയണ്ട. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിൽ നിന്നും വരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് വേറെ വിഷയമാണ്. ഇന്നലെ അദ്ദേഹത്തിന് ഇത്രയും വയലന്റായി സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? അതിന്റെ തൊട്ട് മുമ്പല്ലേ ADGPക്കെതിരായ അന്വേഷണം നടത്താനുള്ള ഓർഡേഴ്സ് വന്നു. അന്നും മുമ്പ് ക്യാബിനറ്റിലും മുഖ്യമന്ത്രി പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞ കൃത്യമാണ്. അതിന്റെ ബന്ധപ്പെട്ട ഗവൺമെന്റ് സെക്രട്ടറി ശുപാർശ ചെയ്താൽ ആ നിമിഷം അത് ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തല്ലോ. കഴിഞ്ഞ ക്യാബിനറ്റ് ശേഷം നിങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തല്ലേ? അത് കഴിഞ്ഞ് 2-ാം ദിവസം ആക്ഷനായില്ലേ? അപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ കൊടുത്ത് 1 മണിക്കൂറിനുള്ളിൽ അപേക്ഷിച്ചിരിക്കുക. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊന്നുമല്ല. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമല്ല, നിങ്ങൾക്ക് വിട്ടുപോകാം. അത്രയേ ഉള്ളൂ. അൻവർ ഈ സർക്കാരിനെതിരെ ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയാണ്. നോക്കൂ, അതൊക്കെ ഇപ്പോൾ പറയാൻ കഴിയുന്നതല്ല. അത്തരത്തിലുള്ള അഭിപ്രായമില്ല. അദ്ദേഹത്തിന്റെ വികാരങ്ങളിൽ അടിമപ്പെട്ടെന്തോ പറഞ്ഞു. അത് ഒരു മുന്നണിക്കും ഒരു സംവിധാനത്തിനും ചേർന്നതല്ല. അതിന്റെ നടപടി അദ്ദേഹത്തിനുണ്ടാവും. അത് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ അത്രേ ഉള്ളൂ ഇതിന് പറയാം. എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ അൻവറുമായിട്ട്? ഇല്ല. ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അയ്യോ, ഞാൻ തിരൂരാ. മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. പിന്നെ അവിടെ തൃശ്ശൂര് തിരൂരുണ്ട്. അതെല്ലാം നമ്മുടെ തിരൂര് മലപ്പുറത്തുള്ള തിരൂരാണ്. അല്ല, അതാ പറഞ്ഞു. നോക്കൂ ഞാൻ പറഞ്ഞേക്കും. എന്റെ നാട് മലപ്പുറം തിരൂരാണ്. നിങ്ങൾ പറഞ്ഞ ഞാൻ തൃശ്ശൂർ തിരൂരെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. അത് പിന്നെ പറയാം. മലപ്പുറത്ത് സ്വർണ്ണക്കടത്തുകാർക്കെതിരെ വലിയ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നതാണ് പറഞ്ഞത്. അല്ല, സ്വർണ്ണക്കടത്തുകാർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? നല്ല ചോദ്യാ. ശരി.